നമ്മൾ ഒരു റോഡിൻ്റെ ഒരു പുതിയ റോഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മണ്ണ് ഫില്ലിങ് അല്ലെങ്കിൽ മണ്ണ് കട്ടിംഗ് ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ മണ്ണിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് ജസ്റ്റ് അസ്യൂം ചെയ്ത് വരച്ചതാണ്. ഇത് ഇനീഷ്യൽ ലെവലാണ്. നമ്മൾ നിലവിലുള്ള റോഡ് ലെവൽസ് എടുത്ത് കൊണ്ടുവന്ന് നമ്മൾ ഡ്രോയിങ് എല്ലാം വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഇത്ര ഹൈറ്റിൽ ഇത് പൊക്കണം. എത്ര ഹൈറ്റിലാണ് പൊക്കേണ്ടതെന്നൊക്കെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനെ സെക്ഷൻ വരച്ചിട്ട് അതിൻ്റെ പ്രൊഫൈൽ ഏത് ലെവലിലാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് നമ്മളന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ എത്ര ലെവലിലാണ് എത്ര ഹൈറ്റിലാണിത് ഉയർത്തേണ്ടത് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഷേപ്പ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിൽ സെൻറ്റർ റീഡിങ് 98.150, ലെഫ്റ്റ് BT എഡ്ജ് 98.2, റൈറ്റ് 98.2. ഈ ഹൈറ്റിലേക്ക് നമുക്ക് ഇത്ര പോർഷൻ മണ്ണിട്ട് ഉയർത്തണം. നിലവിലുള്ള റോഡിൽ നിന്ന് ഹൈറ്റ് മതിയാവാതെ വന്നപ്പോൾ ഇത്ര ഉയർത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെയാണ് എടുക്കാൻ നോക്കാം. ഇതിപ്പോൾ 0/00 ഉള്ളതാണ്. അതായത് റോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ 0/00. ഇത് ഞാൻ 10 മീറ്റർ വെച്ചിട്ടാണ് എടുത്തത്. നെക്സ്റ്റ് 0/010, അടുത്തത് 0/020, പിന്നുള്ളത് 0/030. ഞാൻ 4 സെക്ഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രൊപ്പോസൽ നമ്മൾ ഡോട്ട് ലൈനാണ് കാണിക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പ്രൊപ്പോസൽ വേണമെങ്കിൽ എടുക്കാം. ഇനി മുകളിലാണ് പ്രൊപ്പോസൽ വരുന്നതെങ്കിൽ അത് ഫീലിംഗ് ആയിട്ട് വരും. ഇനി ഇനീഷ്യൽ ലെവൽ മുകളിലും അടിയിലോട്ടാണ് നമുക്ക് പ്രൊപ്പോസ് ചെയ്യണത്, അത് കട്ടിംഗ് ആയിട്ട് വരും. ചിലപ്പോൾ റോഡിൻ്റെ ചില ഗ്രേഡിയൻ്റ് മുഴകൾ എന്നൊക്കെ പറയും, അങ്ങനെയുള്ള ചില അവസരങ്ങൾ അത് കട്ടിംഗ് ആയിട്ട് വരും. അപ്പോൾ ഞാൻ ഫീലിംഗ് ആയിട്ട് എടുത്തിരിക്കുന്നത്. രണ്ടായാലും ഏരിയൻ്റെ മെത്തഡൊക്കെ സെയിം ആണ്. നമുക്ക് ഈ ഒരു സെക്ഷൻ്റെ ഏരിയ നമുക്കെങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഇതിൽ ടോട്ടൽ 3 മീറ്റർ ആണ് റോഡിൻ്റെ വീതി, 1.5. അപ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടോപ്പിലത്തെ പോർഷൻ എടുക്കുക. ടോപ്പിലത്തെ റീഡിങ് ഇത് നമ്മളെ മീൻ സീ ലെവലിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ ബെഞ്ച് മാർക്കിൽ നിന്നുള്ള ഹൈറ്റാണ് 98.2. നമ്മൾ 0/00 എന്ന് എഴുതുക. 0/00 ഉള്ള എർത്ത് വർക്ക് ഫില്ലിങ്. അപ്പോൾ 98.2 പ്ലസ് ചെയ്യുക. ഇത് കൂടി പ്ലസ് ചെയ്യുക. എന്നിട്ട് ആവറേജ് കാണും. അതാണ് ഇതിൻ്റെ മെത്തേഡ്. ആവറേജ് മെത്തേഡാണ് കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നത്. സെൻറ്റർ റീഡിങ് 98.150 ഡിവൈഡ് ബൈ 2 ഇൻറ്റു. അപ്പോൾ ആവറേജ് എടുത്തു. നമ്മൾ ഈ ക്രോസ് സെക്ഷൻ്റെ ഏരിയ ആണ് എടുക്കുന്നത്. റോഡ് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഏരിയ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇൻറ്റു ലെങ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പകുതി ലെങ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് 1.5 മീറ്റർ ആണ്. അപ്പോൾ ഇൻറ്റു 1.5 മീറ്റർ. നെക്സ്റ്റ് ഈ പോർഷൻ എടുക്കണം, റൈറ്റ് പോർഷൻ. ഇത് സിമ്പിൾ സെക്ഷനാണ് വരച്ചത് കേട്ടോ, സ്റ്റാർട്ടിങ് ആയതുകൊണ്ട്. സെൻറ്റർ റീഡിങ് 98.150, ഇത് പ്ലസ് ഇത് 98.2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഹാഫ് പോർഷൻ ഇൻ്റെ വിഡ്ത്ത് 1.5. അപ്പോൾ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് റെഫറൻസ് പോയിന്റ് ലെവലിൽ നിന്നുള്ള ഹൈറ്റാണ്. അതായത് മീൻ സീ ലെവൽ ഇവിടെയാണെങ്കിൽ ഇത്ര ഹൈറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷെ അത് കിട്ടിയാൽ പോരാ, നമുക്ക് ഇതിൻ്റെ മാത്രമാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയുള്ള പോർഷനിൽ നിന്നും ഇത്രയുള്ള പോർഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഉള്ള ഏരിയൻ്റെ ഇത് കിട്ടുമല്ലോ. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന ലോജിക്ക്. അപ്പോൾ ഇനി ഡിഡക്ഷൻ. ഇവിടെ ഡിഡക്ഷൻ പറഞ്ഞ് എഴുതുക. ഡിഡക്ഷൻ ചെയ്യേണ്ട താഴത്തെ പോർഷൻ 90, അതേ മെത്തേഡ് തന്നെ 97.4 പ്ലസ് സെൻറ്റർ റീഡിങ് 97.35 ഡിവൈഡ് ബൈ 2 ഇൻറ്റു അതേ വിഡ്ത്ത് തന്നെ 1.5. ഇതിൽ വിഡ്ത്തൊക്കെ മാറാം കേട്ടോ. നിങ്ങൾ ആക്ച്വലായിട്ടുള്ള വർക്കിലേക്ക് പോകുമ്പോൾ വിഡ്ത്തൊക്കെ മാറും. ഞാനിത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ വിഡ്ത്ത് എടുക്കുന്നത്. അടുത്ത പോർഷൻ റൈറ്റ് പോർഷൻ 97.35 പ്ലസ് 97.4 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5.
നമുക്ക് എത്ര ഏരിയ വരുന്നുണ്ട് നോക്കാം. അതായത് വരുന്നത് 98.2 പ്ലസ് 98.15 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5 147.26 147.26. ഇനി അടുത്തത് ഇത് 98.15 പ്ലസ് 98.2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5 147.26. ഞാൻ ലെഫ്റ്റും റൈറ്റും സെയിം പോയിന്റ്, അതായത് നമ്മൾ കേമ്പർ സെറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് ഈക്വൽ പോയിന്റ് തന്നെയായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഒരേ ഏരിയ വന്നത് കേട്ടോ. ഈ ഇനീഷ്യലിൻ്റെ റീഡിങ് ചെറിയ മാറ്റം വരുന്നതനുസരിച്ച് ഈ ഏരിയയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അടുത്ത അതിൻ്റെ ഡിഡക്ഷൻ നോക്കാം. ഇത് നമുക്ക് ടോട്ടൽ കിട്ടിയത് 147.26 പ്ലസ് 147.26. അപ്പോൾ 294.52 m² ആണ് നമുക്ക് ഇതിൻ്റെ ഇത് കിട്ടിയത്. ഡിഡക്ഷൻ 97.4 പ്ലസ് 97.35 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5. ഇത് 146.06. അടുത്തത് 97.35 പ്ലസ് 97.4 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5. സെയിം തന്നെയാണ് കിട്ടുക, സെയിം റീഡിംഗ് ആണ് കൊടുത്തത് 146.06. ഇത് ടോട്ടൽ എത്ര കിട്ടി? 292.13 റൗണ്ട് ചെയ്യുമ്പോൾ. ഇനി നെറ്റ് ഏരിയ, ഇവിടെയാണ് നമ്മൾ നെറ്റ് ഏരിയ എന്ന് പറയുന്നത്. നെറ്റ് ഏരിയ ഇത് ടോട്ടൽ മൈനസ് ഈ ഏരിയ 292.13 294.52 മൈനസ് 292.13 2.39. ഇതാണ് ഈ ഒരൊറ്റ സെക്ഷൻ്റെ ക്രോസ് ഏരിയ. ഈ പോർഷനിലുള്ള ഈ ഏരിയ മാത്രമാണ് കേട്ടോ പറഞ്ഞത്, വോളിയത്തിലേക്ക് ആയിട്ടില്ല ഈ ഏരിയ. ഇങ്ങനെ നമ്മൾ എല്ലാ സെക്ഷനും എടുക്കണം. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. ഇത് നമ്മളിവിടെ കഴിഞ്ഞു. ഇനി 0/0 10 10ാമത്തെ മീറ്ററിലുള്ളത് നമുക്ക് എന്താ 98.175 പ്ലസ് 98.25 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5. അടുത്തത് ഈ പോർഷൻ 98.25 പ്ലസ് 98.175 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5. അതൊരു ഏരിയ നമുക്ക് കിട്ടും. അടുത്ത ഡിഡക്ഷനിൽ വരുന്നത് 97.325 പ്ലസ് 97.4 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5. അടുത്ത ഈ പോർഷൻ 97.4 പ്ലസ് 97.325 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5. എത്ര കിട്ടുന്നുണ്ട് നോക്കാം. നമുക്ക് ആദ്യം ഇത് കൂട്ടാം. 98.175 പ്ലസ് 98.25 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5. 147. അത് ഡിലീറ്റ് ആയിപ്പോയി. നമുക്ക് നോക്കാം. 98.175 പ്ലസ് 98.25 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5. 147.32. അടുത്തത് 98.25 പ്ലസ് 98.175 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5.
147.32 ടോട്ടല് 294.64. ഇതിൻ്റെ ഡിഡക്ഷൻ 97.325 പ്ലസ് 97.4 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5 146.04. അടുത്തത് 97.4 പ്ലസ് 97.325 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5 146.04. ടോട്ടൽ എത്ര കിട്ടി? 292.09 റൗണ്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നെറ്റ് ഏരിയ 294.64 മൈനസ് ഈ ഏരിയ 292.09 കേട്ടോ. 294.64 മൈനസ് 292.09 2.55. ഇതാണ് നെറ്റ് ഏരിയ. ഇതുപോലെ തന്നെ അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ 0 ബാർ, അതായത് 0 ബാർ 0.20. 0 ബാർ 0.20 ഇതാണ് നമ്മൾ 0.20യിലുള്ളത്. അതിൻ്റെ നോക്കാം. അപ്പോൾ ഇതേ സെയിം മെത്തേഡ് തന്നെ ലെഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. 98.205 പ്ലസ് 98.28 ഡിവൈഡ് ബൈ 2 ഇൻറ്റു വിഡ്ത്ത്. അടുത്തത് ഈ പോർഷൻ 98.28 പ്ലസ് 98.205 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5. ഇത് അടുത്ത ഡിഡക്ഷനിൽ ഈ പോർഷൻ എടുക്കുക. ഇത് ഇനീഷ്യൽ ലെവലിൽ കുറച്ച് താണിട്ടാണ്, റോഡെല്ലാം കുഴിഞ്ഞു പോയിട്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ഈ ഷേപ്പിലാണ് നമുക്കുള്ളത്. ഡിഡക്ഷൻ 97.415 പ്ലസ് ഇത് 97.49 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5. അടുത്തത് 97.49 പ്ലസ് 97.415 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5. ഇത് ഞാൻ സെയിം റീഡിങ് കൊടുത്തതുകൊണ്ട് ഏതാണ്ടൊക്കെ സെയിം ആയിരിക്കും കേട്ടോ ഏരിയ. അപ്പോൾ നമുക്ക് കൂട്ടി നോക്കാം. 98.205 പ്ലസ് 98.28 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5 147.36. 147.36. അടുത്തത് സെയിം തന്നെയാണ് വരിക. സെയിം റീഡിംഗ് ആണ് ഇവിടെ ഉള്ളത്. 28.28 2.05. അപ്പോൾ അത് തന്നെ എഴുതാം. 147.36. ടോട്ടല് 147.36 ഇൻറ്റു 294.72. 294.72. അടുത്ത ഡിഡക്ഷൻ 97.415 പ്ലസ് 97.49 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5 146.18. സെയിം റീഡിംഗ് ആണ് നോക്കാം. സെയിം റീഡിംഗ് ആണ്. അപ്പോൾ അതേ ഏരിയ ആണ് ഇത് 146.18. 292.36. ഇതാണ് ഇതിൻ്റെ ഡിഡക്ഷൻ. അപ്പോൾ നെറ്റ് ഏരിയ 294.72 മൈനസ് ഏരിയ
292.36 കൂട്ടി നോക്കാം. 294.72 മൈനസ് 292.36 2.36. ഇതാണ് നമ്മളെ 30ാമത്തെ ചെയിനേജിലുള്ള റോഡിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇനി അടുത്തത് 40 കൂടി നോക്കാം. 20 ഇപ്പോൾ കഴിഞ്ഞത്. അടുത്ത 30 നോക്കാം. 30 ഒരു ബെൻഡാണെന്ന് വിചാരിക്കാം. ബെൻഡിൽ നമ്മൾ കർവ് ഇങ്ങനെയുണ്ട്, 2 സൈഡിലേക്കല്ല സ്ലോപ്പ് ഉണ്ടാവുക. ഇതിനെ സൂപ്പർ എലിവേഷൻ എന്നാണ് പറയുക. ഇതിന് കറക്റ്റ് ഇതിൻ്റെ ഡിസൈനിങ്ങും അതിൻ്റെ സ്ലോപ്പെല്ലാം കറക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഷേപ്പിൽ വരച്ചതാണ് ബെൻഡാന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്ര പൊക്കണം, ഇവിടെ ഇങ്ങനെ പൊക്കം കുറഞ്ഞ് ഈ ഷേപ്പിലേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയുണ്ട് നോക്കാം. 0/030 അല്ലേ. അതിൽ 98.305 98.305 പ്ലസ് പിന്നെ അടുത്ത സെൻറ്റർ 98.205 /2 ഇൻറ്റു സെയിം വിഡ്ത്ത് തന്നെ. ഈ ചരിഞ്ഞ വിഡ്ത്തല്ല നോക്കുക കേട്ടോ, കറക്റ്റ് ഈ പെർപെൻഡിക്കുലർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് നോക്കുക. 1.5. അടുത്തത് 98.205 98.105 /2 ഇൻറ്റു 1.5. ഡിഡക്ഷൻ വരുന്നത് ഇതാണ്. 97.305 97.31 97.305 പ്ലസ് 97.31 /2 ഇൻറ്റു 1.5. അടുത്ത ഡിഡക്ഷൻ ഈ റൈറ്റ് പോർഷൻ 97.31 97.3 97.31 പ്ലസ് 97.3 /2 ഇൻറ്റു 1.5 കൂട്ടി നോക്കാം. 98.305 പ്ലസ് 98.205 /2 ഇൻറ്റു 1.5 147.38. തൊണ്ണൂറ്റെട്ട് 0.205 പ്ലസ് 98.105 ഹരിക്കണം 2 ഇൻറ്റു 1.5 147.23. അടുത്ത ഡിഡക്ഷൻ 97.305 പ്ലസ് 97.31 /2 ഇൻറ്റു 1.5 145.96. അടുത്തത് 97.31 പ്ലസ് 97.3 /2 ഇൻറ്റു 1.5 145.96 സെയിം. അപ്പോൾ ആദ്യം ഇത് ടോട്ടൽ ചെയ്യാം. 147.38 പ്ലസ് 147.23 294.61 294.61. അത് ഡിഡക്ഷൻ രണ്ടും സെയിം ആണ്. 145.96 291.92. അപ്പോൾ നെറ്റ് ഏരിയ ഇത് 294.61 മൈനസ് ഇപ്പോൾ കിട്ടിയ ഡിഡക്ഷൻ 91.92 294.61 മൈനസ് 291.92 2.69. ഇതാണ് ഇതിൻ്റെ ഡിഡക്ഷൻ വരുന്നത്.
ഇനി ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളതിന് നേരെ ഇനി വോളിയത്തിലേക്ക് മാറ്റണം. വോളിയത്തിലേക്ക് മാറ്റിയാലാണ് നമുക്ക് എത്ര മണ്ണ് വേണം, അല്ലെങ്കിൽ ഏത് ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി കിട്ടും. ഇപ്പോൾ മണ്ണിൻ്റെ കട്ടിങ് അല്ലെങ്കിൽ ഫില്ലിങ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ വോളിയമാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഏരിയ എല്ലാം കണ്ടുപിടിച്ചു. ഇങ്ങനെ റോഡിന് എത്ര കിലോമീറ്റർ ഉണ്ടോ, 30 50 എത്ര കിലോമീറ്റർ ആണോ അങ്ങനെ മുഴുവനായിട്ട് നമ്മളിങ്ങനെ തന്നെ കണ്ടുപിടിക്കണം. ഇതിന് സോഫ്റ്റ്വെയറൊക്കെ ഉണ്ട്, അത് ഓട്ടോമാറ്റിക് കാൽക്കുലേഷനൊക്കെ ഇതുപോലെ വരും. പക്ഷേ തന്നെയാണെങ്കിലും അതിൻ്റെ പുറകിലുള്ള ഫോർമുലാസും കാൽക്കുലേഷനൊക്കെ ഇതേ സെയിം തന്നെയാണ്. നമ്മൾ വോളിയത്തിലേക്ക് കിടക്കാം. അപ്പോൾ വോളിയത്തിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു ടാബുലർ കോഡ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ചെയിനേജ്, അതായത് നമ്മൾ ഏത് ചെയിനേജിലെ ക്രോസ് സെക്ഷനാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ. പിന്നെ ഡിസ്റ്റൻസ് എന്നാൽ തൊട്ട് മുമ്പിൽ നിന്നും തൊട്ടടുത്തതിലേക്കുള്ള ഡിസ്റ്റൻസ്. പിന്നെ ഏരിയ, മീൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇതിപ്പോൾ 0/00 ഉള്ളതാണ്. ഇത് 0/010 ഏരിയ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് കിട്ടുന്ന ഏരിയ ഉണ്ടല്ലോ, ആവറേജ്. ഇപ്പോൾ റോഡ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ എടുത്തു ഇവിടെയുള്ള ഏരിയ പ്ലസ് ഇവിടെയുള്ള ഏരിയ രണ്ടും കൂടി കൂട്ടി /2 കൊണ്ട് വെച്ചാൽ മീൻ ഏരിയ കിട്ടും. നമ്മൾ സെൻട്രൽ പോർഷനിലെ ആവറേജ് കിട്ടും. അതിനാണ് മീൻ ഏരിയ എന്ന് പറയുന്നത്. ആ മീൻ ഏരിയ കൊണ്ട് ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് എടുക്കുന്ന നമ്മൾ 10 മീറ്റർ വെച്ച് പിന്നെ 10 മീറ്റർ വെച്ചാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഈ സെൻട്രൽ കിട്ടുന്ന ഈ ക്രോസ് സെക്ഷൻ ഏരിയ ഗുണിക്കണം ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ്, അതായത് റോഡിൻ്റെ മുകളിൽ കൂടെ ടാപ്പ് പിടിച്ച് അളക്കുന്ന എത്ര മീറ്റർ വെച്ചിട്ടാണ്. 20 ആണെങ്കിൽ 20, 10 ആണെങ്കിൽ 10. നമ്മളുടെ 10 വെച്ചെടുത്ത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വോളിയം കിട്ടും. നമുക്ക് ജസ്റ്റ് ഈ ടാബുലർ കോളത്തിലേക്കൊന്ന് നമുക്ക് കിട്ടിയ റീഡിംഗ് ഒക്കെ ഇതിൻ്റെ ഒന്ന് എൻ്റർ ചെയ്യാം. ചെയിനേജ് 0/00 നമുക്ക് കിട്ടിയത് 0/00 നമുക്ക് കിട്ടിയ ഡിസ്റ്റൻസ് 0-ഒന്നുമില്ലല്ലോ ഡിസ്റ്റൻസ്, അപ്പോൾ അത് 0 തന്നെ. അവിടുത്തെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ച നെറ്റ് ഏരിയ അതാണ് എടുക്കേണ്ടത്. നെറ്റ് ഏരിയ എത്രയായിരുന്നു? നെറ്റ് ഏരിയ 0/0 നെറ്റ് ഏരിയ 2.39. നെറ്റ് നമ്മളവിടെ എഴുതി 2.39. അടുത്തത് ഈ തുടക്കമായതുകൊണ്ട് ഇതിന് മീൻ ഏരിയ ഉണ്ടാവില്ല. തൊട്ട മുമ്പത്തും കൂടി ആഡ് ചെയ്ത് /2 കൊണ്ട് ഇരിക്കുമ്പോഴേ മീൻ ഏരിയ ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിലുള്ളത് എപ്പോഴും 0 ആയിരിക്കും. മീൻ ഏരിയ 0 എന്ന് എഴുതാം. അടുത്തത് 0/010 ഡിസ്റ്റൻസ്. അപ്പോൾ 10 മീറ്റർ ആയില്ലേ, അപ്പോൾ 10 മീറ്റർ. അപ്പോൾ ആ 10ൽ നമുക്ക് കിട്ടിയ ഏരിയ 2.55. അതിവിടെ എഴുതി 2.55. അപ്പോൾ ഇതിൻ്റെ മീൻ ഏരിയ കിട്ടണം. മീൻ ഏരിയ കിട്ടണമെങ്കിൽ രണ്ടും കൂടി കൂട്ടുക, എന്നിട്ട് 2 കൊണ്ട് ഹരിക്കുക. 2.39 പ്ലസ് 2.55 ഡിവൈഡ് ബൈ 2 2.47 കിട്ടും. ഇത് ഗുണിക്കണം ഈ 10 മീറ്റർ ലോഞ്ചിറ്റ്യൂഡിൻ്റെ ഡിസ്റ്റൻസ്. അതാണ് നമ്മളെ ഇവിടുത്തെ വോളിയം. 2.47 ഇൻറ്റു 10 24.7. അപ്പോൾ ആ 10 വെറും ആദ്യത്തെ 10 മീറ്ററിൽ വരുന്ന മണ്ണിൻ്റെ വോളിയം എന്ന് പറയുന്നത് 24.7 MQ ആണ്. നമ്മളെല്ലാം മീറ്ററല്ല എടുക്കുന്നത്, MQ ആണ്. ഇനി അടുത്തല്ല ഇതിൻ്റെ കണ്ടിന്യൂസ് ചെയിനേജ് ആയിട്ടാണ് വരുന്നത്. 0/020 നമുക്ക് കിട്ടിയത് ഇതാണ്. നെറ്റ് ഏരിയ കിട്ടി 2.36 നമ്മൾ ഇവിടെ ചെയ്യുന്നു. അപ്പോൾ എല്ലാം 10 വരുന്നത്. പിന്നെ 20 എന്നല്ല എഴുതുക, കാരണം തൊട്ട മുമ്പത്തെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞതുകൊണ്ട് അത് കഴിഞ്ഞു. ഇനി അടുത്തതിലേക്കുള്ള ഡിസ്റ്റൻസും 10 തന്നെയല്ലേ. ഈ ഡിസ്റ്റൻസ് മാറുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഡിസ്റ്റൻസും മാറും. അല്ലെങ്കിൽ ഒരേ ഇൻ്റർവെല്ലിൽ മാത്രമാണ് എടുക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ബെൻഡിലൊക്കെ വരുമ്പോൾ നമ്മൾ 5 മീറ്ററിലൊക്കെ എടുക്കേണ്ടി വരും. ഷാർപ്പ് ബെൻഡൊക്കെ ആകുമ്പോൾ 5 മീറ്റർ 3 മീറ്റർ, അപ്പോൾ ആ മീറ്റർ ഇവിടെ വ്യത്യാസം വരും. അതിൻ്റെ മീൻ ഏരിയ നെറ്റ് ഏരിയ 2.36 അവിടെ എഴുതി 2.36. അതേ മീൻ ഏരിയ വരുന്നത് തൊട്ട മുമ്പത്തെ ഈ ഏരിയ, ഇതിൻ്റെ ഏരിയ പ്ലസ് ഇതാണ് വരിക /2 2.55 പ്ലസ്
2.36 divided by 2.455 2.455 into 10 അപ്പോൾ 24.55. അടുത്തത് 0 bar 0 30. അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ ഒരേ ഇൻ്റർവൽ ആയതുകൊണ്ട് 10 മീറ്റർ തന്നെ. അപ്പോൾ 30യിൽ നമുക്ക് കിട്ടിയ നെറ്റ് ഏരിയ എത്ര നോക്കണം. 30യിൽ കിട്ടിയത് 2.69. ഇവിടെ എഴുതാം 2.69. അപ്പോൾ തൊട്ട് മുമ്പത്തെ ഏരിയ പ്ലസ് ഈ ഏരിയ ഡിവൈഡ് ബൈ 2.36 പ്ലസ് 2.69 divided by 2.525 into 10 അപ്പോൾ 25.25. ഇതാണ് നമുക്ക് ഈ 4 ക്രോസ് സെക്ഷൻ്റെ കൂട്ടി കിട്ടിയാൽ കിട്ടുന്നത്. നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് ടോട്ടൽ വോളിയം നമുക്ക് നോക്കാം. ടോട്ടൽ ഇത് 3 കൂടി കൂട്ടാം. 24.7 പ്ലസ് 24.55 പ്ലസ് 25.25 74.5 m3. ഇത്ര m3 മണ്ണാണ് നമുക്ക് ഈ റോഡിൻ്റെ 30 മീറ്റർ ഡിസ്റ്റൻസിൽ ഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മണ്ണിൻ്റെ അളവ്. ഇത് നമുക്കിനിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആക്കാം. അടിയിലേക്ക് ആണെങ്കിൽ ഇപ്പോൾ പണിക്കാർക്കും മറ്റവർക്കൊക്കെ വേണ്ടത് അടിക്കണക്കായിരിക്കും. അപ്പോൾ ഈ അടിക്കണക്കാണ് ഇൻറ്റു 35.315 2630.97 CFT ക്യൂബിക് ഫീറ്റ്. അങ്ങനെ നമ്മൾ ലെവൽസിന് ആവശ്യം m3 ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഏത് ലെവൽസ് കിട്ടിയാലും അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ വോളിയം ഒക്കെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഓരോ ലെയറിൻ്റെതും വോളിയം നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ഉദാഹരണത്തിന് ഒരു റോഡിൻ്റെ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ റോഡ് ഉദാഹരണത്തിന് ഇങ്ങനെ ഉണ്ടാവും. ഇത് ഏറ്റവും ടാർ പോർഷൻ. ചിലപ്പോൾ BM-BC റോഡ് ലെവലൈസ്ഡ് റോഡാണെങ്കിൽ ഇത് BC, തൊട്ടടുത്തത് BM വരും. ഒരു 5 സെൻറ്റിമീറ്ററോ 6 സെൻറ്റിമീറ്ററോ കണ്ടത് BM. അതിൻ്റെ അടിയിൽ വെറ്റ് മിക്സ് വരും. ഇത് വെറ്റ് മിക്സ്. തൊട്ടടുത്തത് റോക്ക് സെറ്റ് ഇട്ടിട്ട് GSB വരും. GSB വെറ്റ് മിക്സിന് WMM എന്ന് പറയും. ഇത് BM, ഇത് BC. ഇവിടെയാണ് സബ് ഗ്രേഡ് ഉണ്ടാവുക. സബ് ഗ്രേഡ് എന്ന് വെച്ചാൽ നിലവിലുള്ള ഇനീഷ്യൽ സ്റ്റേജ്. അപ്പോൾ നമുക്ക് കണ്ട് എല്ലാം ഇപ്പോൾ ആദ്യം മണ്ണിൻ്റെ ചിലപ്പോൾ മണ്ണ് ഇങ്ങനെ ഒരു സ്ലോപ്പിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ റോഡൊന്നും തീരെ ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും മണ്ണ് ഇങ്ങനെ സ്ലോപ്പിലൊക്കെ കട്ട് ചെയ്ത് മാറ്റേണ്ട അവസ്ഥ. അപ്പോൾ ഏത് പ്രൊസീജിയറാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അതേ ഡിസ്റ്റൻസിന് അതേ മെത്തേഡ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ഈ GSBൻ്റെ ഇതേ കണ്ടുപിടിച്ച പോലെ GSBൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, വെറ്റ്നസിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, BMൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, BCൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇതെല്ലാം ഇതേ പ്രൊസീജിയറിൽ തന്നെ കണ്ടുപിടിച്ച് വോളിയം കാൽക്കുലേഷൻ ചെയ്യണം. അതാണ് ലെവൽസിൻ്റെ രീതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻ്റൊക്കെ ചെയ്യുക. എല്ലാവരെയും കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.